Hello, dears. Welcome to your GSBEd classes. I am Radhika. Today we are going to learn the chapter Yogas and Asanas, which is taken from Yoga, Health and Physical Education. So, in the last class, we were discussing about the introduction of yoga and what is yoga, what are the benefits of yoga, etc. Today, we are going to deal about some more asanas or the benefits of some asanas. Okay. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യോഗയുടെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഏതൊക്കെ തരത്തിലുള്ള ആസനകളുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണൊക്കെ കുറച്ച് സ്ലൈഡിൽ പറയാൻ പോകുന്നുണ്ട്. സോ പ്ലീസ് ലിസൺ. The first one is 8 limbs of yoga. നമ്മൾ നേരത്തെ പറഞ്ഞു 8 limbs of yoga. എന്താ ഈ 8 limbs of yoga പറഞ്ഞു കഴിഞ്ഞാല് yoga has 8 parts. അതായത് അഷ്ടാംഗ യോഗ. You must have heard about this term, അഷ്ടാംഗ യോഗ. Okay, അഷ്ട means 8. Okay, അഷ്ട means 8 and അംഗ means limb. അല്ലെ, 8 അംഗങ്ങളുള്ള 8 അവയവങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. Okay, these limbs help purify your body, mind and soul. അല്ലെ, അതായത് എന്തിനാണ് ഈ ലിംബ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഈ അഷ്ടാംഗ യോഗത്തിലൂടെ നമ്മളുടെ ബോഡി, മൈൻഡ്, സോൾ, ആത്മാവ് ഇതിനൊക്കെ ശുദ്ധമാക്കാനാണ് ഈ അഷ്ടാംഗ യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഫസ്റ്റ് 4 limbs are outer yoga, that is ബഹിരംഗ. ആദ്യത്തെ 4 ലിംബാണ് ബഹിരംഗ. ആൻഡ് നെക്സ്റ്റ് 4 limbs are known as inner yoga, that is അന്തരംഗ. നമുക്ക് ബാഹ്യം, അന്തരം നമുക്കറിയാം അല്ലെ. ബാഹ്യം എന്ന് പറഞ്ഞു വെച്ചാൽ പുറം, അന്തരം എന്ന് പറഞ്ഞു വെച്ചാൽ ഉള്ളില്. അതായത് ഉള്ളിലുള്ള 4 ലിംസും അതുപോലെ തന്നെ പുറത്തുള്ള 4 ലിംസും ഇത് കൂടി ചേർന്നതാണ് അഷ്ടാംഗ യോഗ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. The first one is yama. Okay, what is meant by yama? Okay, it is moral discipline. അതായത് we have to control our mind, അല്ലെ, മൊറാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട്. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? അഹിംസ. ഓക്കെ, അഹിംസ പറഞ്ഞാൽ നമ്മൾ പണ്ട് ഗാന്ധിജിയുടെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഡു നോട്ട് ഹേർട്ട് അതേഴ്സ് ഇൻ എനി വേ, അല്ലെ. അതായത് മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കില്ല എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. ദാറ്റ് ഈസ് അഹിംസ. ദെൻ സത്യ, ഫോളോ ട്രൂത്ത്, അല്ലെ, സത്യം മാത്രം പറയാം. ദെൻ അസ്തേയ. അസ്തേയ മീൻസ് ഡു നോട്ട് സ്റ്റീൽ, അല്ലെ, നമ്മൾ ഒരിക്കലും ഒന്നും കട്ടെടുക്കില്ല. ബ്രഹ്മചര്യ, യൂസ് എനർജി റൈറ്റ്ലി, അതായത് നല്ല രീതിയിൽ നമ്മുടെ എനർജി നമ്മൾ ഉപയോഗിക്കുക, അതായത് ചീത്ത പ്രവൃത്തികളിലൂടെയല്ല. ദെൻ അപരിഗ്രഹ, ഡു നോട്ട് ബി ഗ്രീഡി, ഒരിക്കലും നമ്മൾ എന്താണ് ഗ്രീഡ് ആയിരിക്കില്ല. ഗ്രീഡ് പറഞ്ഞു വെച്ചാൽ എന്താണ്? ആർത്തി, അല്ലെ, സ്വത്തിനോ അല്ലെങ്കിൽ വേറെ പല സാധനങ്ങൾക്കോ ഉള്ള ഒരു ആർത്തി, ഫുഡിനായിക്കോട്ടെ, അതൊന്നും ഇല്ലാതിരിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് അത് യോഗയിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ യമ എന്ന് പറയുന്നത്. Okay, making yama is very important through yoga. Then niyama. Niyama പറഞ്ഞു വെച്ചാൽ പേഴ്സണൽ ഡിസിപ്ലിൻ. ഓക്കെ, ഏതൊക്കെയാണ്? ശൗച, അതായത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന, ഓക്കെ, കുറെ മൈൻഡിന് ഉണ്ടാവുന്നതാണ്. ശൗച പറഞ്ഞു വെച്ചാൽ ബി ക്ലീൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും പുറത്തും ഒരുപോലെ ക്ലീൻ ആയിരിക്കണം. ദാറ്റ് ഈസ് ശൗച. ദെൻ സന്തോഷ, സന്തോഷം, അല്ലെ, ബി ഹാപ്പി വാട്ട് യു ഹാവ്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ സങ്കടപ്പെടുകയല്ലാതെ നമുക്കുള്ള കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് സന്തോഷിക്കാം. ദാറ്റ് ഈസ് സന്തോഷ. ദെൻ തപസ്, കൺട്രോൾ യുവർ ഡിസയേഴ്സ്, അല്ലെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒതുക്കി നമ്മൾ എങ്ങനെയാണ് നന്നായിട്ട് അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് ജീവിക്കാൻ പഠിക്കുക. ദാറ്റ് ഈസ് തപസ്. ദെൻ സ്വാധേയ. സ്വാധേയ പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ആൻഡ് റിഫ്ലക്ട്. നമ്മൾ ഒരുപാട് വായിക്കുക, വെറുതെ വായിക്കല്ല, വായിച്ചത് നമ്മൾ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യാം. എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞ നല്ല കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാം, നമ്മൾ പഠിച്ചതിലൊക്കെയുള്ള. ദെൻ ഈശ്വര പ്രണിധാന എന്ന് വെച്ച് കഴിഞ്ഞാൽ സറണ്ടർ ടു ഗോഡ്. ഈശ്വര പ്രണിധാന, ഈശ്വരൻ നമ്മൾ സമർപ്പിക്കുക, സ്വയം സമർപ്പിക്കുക. വി ആർ വൺ വിത്ത് ഗോഡ് എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ നിയമ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ് നമുക്ക് കൈ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നിയമ. ഓക്കെ, ഇതിനെ നമ്മൾ പേഴ്സണൽ ഡിസിപ്ലിൻ എന്ന് പറയും. യോഗയിലൂടെ അത് നമുക്ക് കൈവരും. ദെൻ ആസന. പിന്നെ ആസനകൾ, യോഗാസന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് പോസ്റ്റേഴ്സ്. പല രീതിയിൽ നിന്നിട്ടും ഇരുന്നിട്ടും അതുപോലെ കിടന്നിട്ടും ഒക്കെ ഉള്ള പോസ്റ്റേഴ്സ് ഉണ്ട്. ആസന മീൻസ് പോസ്റ്റർ ഓർ സീറ്റ്, അല്ലെ.
ആസന എന്ന് പറഞ്ഞു വെച്ചാല് പോസ്ചർ അല്ലെ, അതായത് നമ്മുടെ ആ ഒരു രീതി, നിൽപ്പിന്റെ അല്ലെങ്കിൽ നമ്മളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സസൈസിന്റെ പൊസിഷൻ, ദാറ്റ് ഇസ് പോസ്ചർ. ഇറ്റ് ഷുഡ് ബി, ആസന എന്ന് പറഞ്ഞാൽ അറിയില്ലേ, സീറ്റ്, നമ്മൾ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ആസന എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി സ്റ്റഡി ആൻഡ് കംഫർട്ടബിൾ. എങ്ങനെയായിരിക്കണം നമ്മൾ ഇരിക്കുന്നത്? ഇറ്റ് ഷുഡ് ബി സ്റ്റഡി, അല്ലെ, കുറച്ച് ഒടിഞ്ഞു തൂങ്ങിയിട്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കാൻ പാടില്ല. വി ഷുഡ് സിറ്റ് സ്ട്രെയിറ്റ്, അല്ലെ, നട്ടല് നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മൾ ഇരിക്കാനായിട്ട്. നമ്മുടെ ബാക്ക് നമ്മൾ ഇരിക്കുന്ന പ്രതലത്തോട് വളരെ ചേർന്നിരിക്കണം. ഓക്കെ, ഇങ്ങനെ ബാക്കിന്റെ ഈ ഭാഗം കൊണ്ടൊന്നും ഇരിക്കാൻ പാടില്ല. അതായത് നമ്മുടെ ബാക്ക് ഭാഗം, കാലിന്റെ ഈ ഭാഗം തൈസ് കൊണ്ട് വേണം നമ്മൾ ഇരിക്കാനായിട്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ മെഡിറ്റേഷൻ. ഈ ആസന, ഈ പോസ്റ്റേഴ്സ്, മെഡിറ്റേഷന്, നമ്മൾ ധ്യാനത്തെ പറ്റി പറഞ്ഞു, ധ്യാനത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു. അപ്പൊ അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഗീവ്സ് മെന്റൽ ബാലൻസ്. യോഗയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ മെന്റൽ ബാലൻസ് നിലനിർത്തുന്നു, മാനസിക സന്തുലിതാവസ്ഥ. ഇറ്റ് റിലാക്സസ് ദ ബോഡി ആൻഡ് മൈൻഡ്. മനസ്സിനെയും ശരീരത്തെയും റിലാക്സ്ഡ് ആക്കുന്നു ആസനകൾ. ദെൻ പ്രാണായാമ, ദാറ്റ് ഇസ് ബ്രീത്തിങ് കൺട്രോൾ, അല്ലെ, കണ്ടിട്ടില്ലേ, ഇൻഹെയിൽ എക്സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് പ്രാണായാമം. നമ്മൾ ശ്വാസത്തെ കൺട്രോൾ ചെയ്യുക. ശ്വാസത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഗുഡ് എക്സസൈസ്. ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ ഏറ്റവും നല്ലതാണ്. നമുക്ക് മൂക്കടപ്പൊക്കെ മാറാനായിട്ട് ഈ പ്രാണായാമ ചെയ്താൽ. ദെൻ പ്രാണായാമ ഈസ് ബ്രീത്ത് കൺട്രോൾ. നമുക്ക് ഗ്യാസ് ട്രബിൾ, അങ്ങനെ ഗ്യാസിന്റെ അസുഖങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ ഈ പ്രാണായാമയിലൂടെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. പ്രാണായാമ ഈസ് ബ്രീത്ത് കൺട്രോൾ. 3 parts ഉണ്ട്: ഇൻഹെയിൽ, എക്സെയിൽ ആൻഡ് ഹോൾഡ്. ഇൻഹെയിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. ദെൻ സ്ലോലി എക്സെയിൽ, അത് പുറത്തേക്ക് വിടും. ഹെൽപ്സ് കൺട്രോൾ ലൈഫ് എനർജി, ദാറ്റ് ഈസ് പ്രാണ. പ്രാണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രീത്ത് തന്നെയാണ്, അല്ലെ, നമ്മുടെ ശ്വാസം, അതിനെ കൺട്രോൾ ചെയ്യുക, ദാറ്റ് ഈസ് പ്രാണായാമ. കണക്ട്സ് ബോഡി ആൻഡ് മൈൻഡ്. നമ്മളിങ്ങനെ കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് അവർ മൈൻഡ് ഓൾസോ. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് അവർ കോൺസെൻട്രേഷൻ. ഓക്കെ, സപ്പോർട്ട്സ് മെഡിറ്റേഷൻ ആൻഡ് ഹെൽത്ത്, അല്ലെ, നമ്മുടെ ആ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, ആരോഗ്യം എല്ലാം നിലനിർത്താനും ഇംപ്രൂവ് ചെയ്യാനും പ്രാണായാമ ഒരുപാട് സഹായിക്കുന്നു. ദെൻ പ്രത്യാഹാര എന്ന് വെച്ചാൽ സെൻസ് വിഡ്രോവൽ, മീൻസ് ടേണിങ് സെൻസ് ഇൻവേർഡ്. അതായത് സെൻസ്, 5 സെൻസസ് ഉണ്ട് നമുക്ക്, അതിനെ എന്താണ് ഇൻവേർഡ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ നിർജീവമാക്കുക. ഓക്കെ, കോൺസെൻട്രേഷൻ കൂടാനായിട്ട്. മീൻസ് ടേണിങ് സെൻസ് ഇൻവേർഡ്. സ്റ്റോപ്പ് റിയാക്ടിങ് ടു ഔട്ട്സൈഡ് തിങ്സ്, അല്ലെ, നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്നത് ഈ 5 സെൻസസിലൂടെ, നമ്മൾ കാണുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ, അല്ലെ. ചില മ്യൂസിക് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ നമ്മുടെ എന്താ പറയാ, നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. പഠിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ ഒന്നും മിണ്ടാണ്ടിരിക്കും, എനിക്കൊന്ന് പഠിക്കണം എന്നൊക്കെ പറയും. കാരണം നമ്മൾ ഈ സെൻസ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഒരുപാട്. അപ്പൊ സെൻസിനെ നമ്മൾ എത്ര ബഹളമുള്ള സ്ഥലത്ത് ചെന്നാലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് സെൻസ് വിഡ്രോവൽ. അപ്പൊ സെൻസിനെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഫോക്കസിങ് ബെറ്റർ. കാരണം നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുക, ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആകർഷിക്കുക. അപ്പൊ നമുക്ക് എന്താണ്, കൂടുതൽ ഫോക്കസ് കിട്ടും, കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും. കണക്ട്സ് വിത്ത് പ്രാണായാമ. പ്രാണായാമമായിട്ട് വളരെയധികം ക്ലോസ് ആണ്. നമ്മളിങ്ങനെ ഇൻഹെയിൽ എക്സെയിൽ, അപ്പൊ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, യു ആർ കോൺസെൻട്രേറ്റിംഗ് അപ്പോൺ അവർ ബ്രീതിങ്. ഓക്കെ, അപ്പൊ ആ ഒരു ബ്രീതിങ്ങിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോക്കസ് വേറെ ഒന്നും നമ്മൾ ചിലപ്പോൾ കേൾക്കില്ല. ഓക്കെ, കാണാനും പറ്റില്ല, കണ്ണടച്ചിട്ടാണ് മിക്കവാറും യോഗാസനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാണാനും പറ്റുന്നില്ല, സ്മെല്ല് നമ്മൾ അറിയണ്ട. ഓക്കെ, നമ്മളെ ഒന്നും ഡീവിയേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല ഈ ഒരു പ്രത്യാഹാര എന്നുള്ള സ്റ്റേറ്റസ് നമ്മൾ അച്ചീവ് ചെയ്ത്. ദെൻ പ്രിപ്പയർസ് ഫോർ ഡീപ്പർ മെഡിറ്റേഷൻ. കൂടുതൽ ധ്യാനത്തിന്, അതായത് ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടാനാണ് ഈ ധ്യാനമൊക്കെ ചെയ്യുന്നത്. ദെൻ ധാരണ, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. ഫോക്കസ് ഓൺ വൺ തിങ് ഡീപ്ലി. ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. നീഡ്സ് സെൻസ് കൺട്രോൾ. പ്രത്യാഹാര സെൻസ് കൺട്രോൾ വേണം അവിടെ. ദെൻ സ്റ്റാർട്ട് ഓഫ് മെഡിറ്റേഷൻ പ്രാക്ടീസ്. ധ്യാനം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്
അല്ലെ, ഇൻഹെയിൽ എക്സൈൽ ഒക്കെ ചെയ്യാൻ പറ്റും. എക്സാമിനൊക്കെ നമ്മൾ ബുക്ക് തുറന്നിരിക്കുമ്പോൾ ഇല്ലാത്ത ചിന്തകൾ ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ ചിന്തകൾ എങ്ങോട്ടൊക്കെ പറന്നു പോകണമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ് ഈ പ്രാക്ടീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഹെയിൽ എക്സൈൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ കോൺസെൻട്രേഷൻ. ദെൻ സ്റ്റാർട്ട് ഓഫ് മെഡിറ്റേഷൻ പ്രാക്ടീസ്. അത് ഓരോ ദിവസങ്ങളായിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. കുറച്ചു കാലം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. യൂസ് ബ്രീത്ത് കാൻഡിൽ ഓർ ഇമേജ്, അല്ലെ, ശ്വാസത്തിലൂടെ നമ്മൾ കണ്ണടച്ചിട്ട് ചെയ്യാം. ദെൻ ഒരു കാൻഡിൽ, അല്ലെ, ഒരു കാൻഡിൽ മുന്നിൽ വെച്ചിട്ട് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ചുറ്റുമുള്ളതൊന്നും നമ്മൾ കാണില്ല. ഓക്കെ, ദെൻ ഇമേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ വെച്ചിട്ട്. അപ്പൊ നമ്മളുടെ ബാക്കിയുള്ള സെൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓഫ് ആക്കിയിടുക. ഓക്കെ, ഒരിക്കലും നമ്മുടെ കോൺസെൻട്രേഷൻ പോവില്ല. അതായത് നമ്മൾ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മൈൻഡിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ലിവ്. വി കൻ ഫേസ് എവറിത്തിങ് ഇൻ ലൈഫ്. ട്രെയിൻസ് മൈൻഡ് ടു സ്റ്റേ സ്റ്റിൽ. ദെൻ ധ്യാനം. ധ്യാന മീൻസ് മെഡിറ്റേഷൻ, അല്ലെ, ധ്യാനം നമുക്കറിയാം. ഡീപ് സ്റ്റഡി കോൺസെൻട്രേഷൻ, വളരെ ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഒരേ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോണേനെയാണ് നമ്മൾ ധ്യാന അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മൈൻഡ് സ്റ്റേ ഓൺ വൺ പോയിന്റ്. ഈ ധ്യാനത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കേന്ദ്ര ബിന്ദുവിൽ അല്ലെങ്കിൽ ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കും. നോ ഔട്ട്സൈഡ് ഡിസ്ട്രാക്ഷൻസ്. ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസും നമുക്ക് ഉണ്ടാവില്ല. നിങ്ങൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, പണ്ടത്തെ മുനിമാരൊക്കെ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു പുറത്ത് എന്തുണ്ടായാലും അറിയില്ല. അപ്പൊ വാൽമീകിയൊക്കെ തപസ് ചെയ്ത് ധ്യാനം നടത്തി 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 മൂപ്പരുടെ 4 പുറം പുറ്റ് വരെ വന്നു. മൂപ്പർക്ക് വിശപ്പോ ദാഹമോ ഒന്നും മൂപ്പർ അറിഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറെ നമ്മള് ഒരു മഹർഷിയുടെ കഥ കേട്ടിട്ടുണ്ടാവും. അയാളെ പുരൂരവസ് വന്നിട്ട് അയാളുടെ കഴുത്തിന് ചുറ്റും പാമ്പ്, അല്ലെ, ഇയാൾ വന്നതൊന്നും ഇയാൾ അറിഞ്ഞില്ല. അപ്പൊ ചത്ത പാമ്പിനെ കൊണ്ടുവന്നിട്ട് ഇയാളുടെ കഴുത്തിന് ചുറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴതൊന്നും അയാൾ അറിയുന്നില്ല. ബിക്കോസ് ഹി ഈസ് ഇൻ മെഡിറ്റേഷൻ, ഹി ഈസ് കോൺസെൻട്രേറ്റിംഗ് ഹിസ് മൈൻഡ് ഓൺ വൺ പോയിന്റ്. അപ്പൊ അയാളെ സെൻസ് ഒക്കെ അയാൾ ഓഫ് ആക്കിയിട്ടുണ്ട് ആ സമയം. അപ്പൊ അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. എല്ലാ ഔട്ട്സൈഡ് ഡിസ്ട്രാക്ഷനെയും നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ റിയൽ മെഡിറ്റേഷൻ ബിഗിൻസ് ഹിയർ. ഓക്കെ, ധ്യാനത്തിലാണ് മെഡിറ്റേഷൻ തുടങ്ങുന്നത്. എല്ലാ ഡിസ്ട്രാക്ഷനും നമ്മൾ ഒഴിവാക്കി നമ്മുടെ മനസ്സിനെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ലീഡ്സ് ടു പ്രാക്ടീസ് ആൻഡ് ക്ലാരിറ്റി. പിന്നെ പ്രാക്ടീസ്, അല്ലെ, അത് കുറച്ചും കൂടെ നമ്മുടെ പീസ് ആൻഡ് ക്ലാരിറ്റി, സമാധാനം, അല്ലെ, വളരെയധികം സമാധാനം തരുന്നു നമുക്ക്. ഇന്നർ പീസ് ആൻഡ് ഔട്ടർ പീസ്, അല്ലെ. ഈ യോഗയൊക്കെ നന്നായി ചെയ്യുന്ന ആളുകൾ അങ്ങനെ വല്ലാതെ റേസായി ചൂടാവുന്നില്ല. ബിക്കോസ് ദേ കൻ കൺട്രോൾ ദയർ മൈൻഡ്സ്. ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റും. ആരോടും ചൂടാവാതിരിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ്, പകുതി സമാധാനം കിട്ടും. ഓക്കെ, അപ്പൊ ക്ലാരിറ്റി, എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ നോക്കിക്കാണാനും, അല്ലെ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കാനും ഒക്കെയുള്ള, കാരണം നമ്മൾ മൈൻഡ് കൂടുതൽ റിഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത് ഓരോ ദിവസവും. അപ്പൊ ധ്യാനത്തിന്റെ ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സമാധി, ദാറ്റ് ഈസ് എൻലൈറ്റൻമെന്റ്, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ. ഓക്കെ, യൂണിയൻ വിത്ത് ദി ഒബ്ജക്റ്റ് ഓഫ് ഫോക്കസ്. അപ്പൊ നമ്മള് ഫോക്കസ്, അല്ലെ, നമ്മൾ വല്ലാതെ ഒരു ബിന്ദുവിനെ കേന്ദ്രീകരിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഒരു ബിന്ദുവിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുക. നമ്മളും ആ ബിന്ദുവും ഒന്നാവുന്നു. ദാറ്റ് ഈസ് സമാധി. മൈൻഡ് ബിക്കം സ്റ്റിൽ ആൻഡ് അവെയർ, അല്ലെ, നമ്മുടെ മനസ്സ് സ്റ്റിൽ ആവുന്നു, അല്ലെ, നിശ്ചലമാവുന്നു. ഓക്കെ, ഡീപ്പ് ബ്ലിസ് ആൻഡ് റിയലൈസേഷൻ. ആ സമയത്ത് നമുക്ക് വല്ലാത്തൊരു ആനന്ദം ഉണ്ടാവുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നു. നമ്മൾ എന്താണ് ഈ ലോകത്ത് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നു. അതൊക്കെ എൻലൈറ്റൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോഗയുടെ ഏറ്റവും അവസാനത്തെ അവസ്ഥയാണ് മെഡിറ്റേഷന്റെ ഒക്കെ. സമ മീൻസ് ഈക്വൽ, ധി മീൻസ് ടു സി. എല്ലാം സമഭാവനയോടുകൂടെ കാണാൻ പറ്റുന്നു. സി എവറിഥിങ് വിതൗട്ട് ജഡ്ജ്മെന്റ്, അല്ലെ, ഒന്നിനെ ജഡ്ജ്മെന്റോടുകൂടെ ഒരു വേറെ രീതിയിൽ നോക്കിക്കാണാൻ, വേറൊരു കണ്ണോടുകൂടെ നോക്കിക്കാണാൻ നമുക്ക് പറ്റില്ല. കാരണം എല്ലാത്തിനെയും നമ്മൾ സമഭാവനയോടുകൂടെയാണ് കാണുന്നത്. ദെൻ ഇപ്പൊ യോഗയുടെ ഗുണങ്ങളും അല്ലെങ്കിൽ പല സ്റ്റേജസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ, ഗൈഡ് ലൈൻസ് ബിഫോർ പ്രാക്ടീസ്. യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ക്ലീൻ ബോഡി, മൈൻഡ് ആൻഡ് സറൗണ്ടിങ്സ്. ഓക്കെ, ആദ്യം നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും നാലുപുറം നമ്മൾ എവിടെ വെച്ചാണ് യോഗ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
അവിടെയൊക്കെ വൃത്തിയായിരിക്കണം. ഓക്കെ, വൃത്തിയുള്ള ശരീരവും മനസ്സും കൊണ്ട് വൃത്തിയുള്ള സ്ഥലത്ത് വേണം യോഗ ചെയ്യാനായിട്ട്. പ്രാക്ടീസ് ഇൻ എ കാം പ്ലേസ്, അല്ലെ, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് യോഗ ചെയ്യാം. ഡു യോഗ ഓൺ എംപ്റ്റി ഓർ ലൈറ്റ് സ്റ്റൊമക്ക്. അതായത് യോഗ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഒന്നും കഴിക്കാത്ത സമയത്ത് രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക് ആയിട്ട് യോഗ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് സ്റ്റൊമക്ക് കുറച്ച് എന്തെങ്കിലും കഴിച്ച്, അതായത് ഭക്ഷണശേഷം ഒരു 3-4 അവേഴ്സിന് ശേഷം നമുക്ക് യോഗ ചെയ്താലും വലിയ പ്രോബ്ലം ഇല്ല. എംപ്റ്റി യുവർ ബ്ലാഡർ ആൻഡ് ബവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ യോഗ ചെയ്യാനായിട്ട്. ഓക്കെ, യൂറിനും അതുപോലെ തന്നെ സ്റ്റൂളൊക്കെ പാസ് ചെയ്തിട്ട് വേണം യോഗയ്ക്ക് വരാൻ. യൂസ് എ യോഗ മാറ്റ് ആൻഡ് വെയർ കോട്ടൺ ക്ലോത്ത്സ്, അല്ലെ, അതായത് ടൈറ്റ് ആയ ക്ലോത്ത് ഒന്നും അല്ലാതെ നല്ല കോട്ടൺ, നമുക്ക് വെയർപ്പൊക്കെ എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ, അതായത് വല്ലാതെ വേർത്ത് കഴിഞ്ഞാലോ അങ്ങനത്തെ ഒന്നും അല്ലാത്ത ക്ലോത്ത് ആണ് കോട്ടൺ ക്ലോത്ത്. അപ്പൊ അങ്ങനത്തെ ക്ലോത്തുകൾ ഇടുക. അതുപോലെ യോഗ മാറ്റില് വെറും നിലത്ത് ഒരിക്കലും യോഗ ചെയ്യാൻ പാടില്ല, യോഗ മാറ്റ് വെച്ചിട്ട് വേണം യോഗ ചെയ്യാനായിട്ട്. ദെൻ സ്റ്റാർട്ട് വിത്ത് പ്രെയർ ഓർ ചാറ്റ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഓം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ റിലിജൻ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രെയർ കൊണ്ട് യോഗ സ്റ്റാർട്ട് ചെയ്യാം. മൂവ് സ്ലോലി ആൻഡ് സ്റ്റേ റിലാക്സ്ഡ്. വളരെ പതുക്കെയാണ് യോഗ ചെയ്യേണ്ടത്. കുറെ ഭയങ്കര സ്പീഡിൽ ചെയ്തിട്ടൊന്നും കാര്യമില്ല, സ്ലോലി, അല്ലെ, റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെയാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. ഡോണ്ട് ഹോൾഡ് ബ്രീത്ത് അൺലെസ് ടോൾഡ്. ബ്രീത്തിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം മിക്കവാറും എല്ലാ സൂക്കേടുകൾക്കും കാരണം ഈ ബ്രീത്താണ്, ബ്രീത്ത് ഇഷ്യൂസ് ആണ്. ഗ്യാസിന്റെ ഇഷ്യൂ ഉണ്ടാവും, ഈ ഗ്യാസ് അവിടെ ഇവിടെയും കയറിയിട്ടാണ് ചിലപ്പോൾ പുറം വേദന ഉണ്ടാവും, അല്ലെ, മസിൽ പെയിൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രീത്ത് എവിടെ പിടിക്കണം അല്ലെങ്കിൽ എവിടെ വിടണം എന്ന് പറയും യോഗ ഇൻസ്ട്രക്ടർ. അവിടെയാണ് നമ്മൾ അത് ചെയ്യാൻ പാടുള്ളൂ. ബ്രീത്ത് ത്രൂ ദ നോസ്. വായ തുറന്നിട്ട് യോഗ ചെയ്യരുത്, മൂക്കിലൂടെ വേണം യോഗ, അല്ല മീൻസ് നമ്മുടെ ബ്രീത്ത്, അല്ലെ, ശ്വാസം വിടാനും എടുക്കാനും. ബി അവെയർ ഓഫ് യുവർ ബോഡി ആൻഡ് ബ്രീത്ത്. ആ സമയത്ത് നമ്മൾ നമ്മുടെ ശരീരം എന്താണെന്ന് അറിയാം, നമ്മുടെ ശ്വാസത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. ദെൻ ഡോണ്ട് ഓവർ സ്ട്രെയിൻ ഓർ റെസ്റ്റ്. വളരെ സ്ട്രെയിൻ എടുത്തിട്ടൊന്നും ഉള്ള ഓരോ ആസനങ്ങൾ ചെയ്യരുത്. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം, പതുക്കെ 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 സ്ലോലി നമുക്ക് എന്താണ് അത് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓവർ സ്ട്രെയിൻ ചെയ്യേ, വളരെ പെട്ടെന്ന് ചെയ്യേ, അങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ യോഗ വോണ്ട് ബി ഇഫക്റ്റീവ്. പ്രാക്ടീസ് അറ്റ് യുവർ ഓൺ പേസ്. വളരെ പതുക്കെ നിങ്ങളുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ആയാസത്തിനനുസരിച്ച് നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യാം. ഡു യോഗ റെഗുലാർലി ആൻഡ് പേഷ്യന്റ്ലി. ഒരു ദിവസം ചെയ്യുക പിന്നെ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, റെഗുലർ ആയിട്ട് ചെയ്യുക, ക്ഷമയോടുകൂടെ, അതാണ് സ്ലോ ആയിട്ട്. ഇത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക്, സോ ഐ വാണ്ട് ടു ഫിനിഷ് ഇറ്റ് വിത്ത് 5 minutes എന്ന് പറഞ്ഞിട്ട് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ഇഫക്റ്റീവ്. അപ്പൊ അതുകൊണ്ട് തന്നെ പതുക്കെ സ്ലോ ആയിട്ട് ടൈം എടുത്തിട്ട് പേഷ്യന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് യോഗ ചെയ്യാം, ബെറ്റർ റിസൾട്ട്സിനാണ് കേട്ടോ. നോ ദ ലിമിറ്റ്സ് ഓഫ് ഈച്ച് പോസ്ചർ. ഓരോ പോസ്റ്റിനും കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. സോ നോ അബൌട്ട് ദോസ് തിങ്സ്. ആൻഡ് വിത്ത് സൈലൻസ് ഓർ മെഡിറ്റേഷൻ. യോഗയുടെ അവസാനം എന്ന് പറയുന്നത് ധ്യാനമായിരിക്കണം. ഓക്കെ, നമ്മൾ ശവാസനമൊക്കെ ചെയ്യും, അല്ലെ, പല ആളുകൾ കിടന്നുറങ്ങി പോകുന്നുണ്ട്. ആ കോൺസെൻട്രേഷൻ ഇങ്ങനെ വരുമ്പോ ഭയങ്കര ഒരു സുഖമാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും നിങ്ങൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു മെഡിറ്റേഷന്റെ സമയത്ത്, അല്ലെ, നമ്മളിങ്ങനെ കിടന്ന് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ കൈയും കാലൊക്കെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ബിന്ദുവിലേക്ക് നമ്മൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോ കണ്ണൊക്കെ അടച്ചിട്ട്, അല്ലെ, അപ്പൊ നമുക്ക് കുറച്ച് ഉറക്കമൊക്കെ വരും. പക്ഷെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ ഒരു സ്ലൈറ്റ് മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വല്ലാത്തൊരു ഇന്നർ പീസും വല്ലാത്തൊരു റിഫ്രഷ്മെന്റും ഒക്കെ ഇത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ചെയ്തു നോക്കണേ. ദെൻ ആഫ്റ്റർ പ്രാക്ടീസ്, നമ്മൾ ബിഫോർ പ്രാക്ടീസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി യോഗ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ ശവാസനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? റെസ്റ്റ് 20 to 30 minutes ബിഫോർ ബാത്തിങ്. ബേത്തിങ് അതായത് കുളിക്കുന്നതിന്റെ മുമ്പ് എന്താണ് 20 to 30 minutes, അല്ലെ, 20 മുതൽ 30 വരെ മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ നിൽക്കണം. അതായത്
ശവാസനത്തിൽ നിന്ന് നേരിട്ട് ഓടിപ്പോയിട്ട് കുളിക്കരുത്. ആകെ വേർത്ത് ഞാൻ വേഗം പോയിട്ട് കുളിക്കട്ടെ. അപ്പൊ ഒരു 20 to 30 minutes കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുളിക്കാനായിട്ട്. ഈറ്റ് ലൈറ്റ് വെജിറ്റേറിയൻ മീൽസ്. ഓക്കെ, നമ്മുടെ ശരീരമൊക്കെ കൂടുതൽ ശുദ്ധമാവാൻ വെജിറ്റേറിയൻ മീൽസ് ആണ് നല്ലത്. ഹെവി ആയിട്ട് ഫുഡൊന്നും കഴിക്കരുത്. 2 meals a day if over 30. നമ്മൾ 30 വയസ്സ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതായത് നമ്മളിങ്ങനെ 4 നേരം 5 നേരമൊക്കെ ഭക്ഷണം കഴിക്കേണ്ടതിന്റെ ഒരു ആവശ്യമില്ല. കാരണം 30-ന് മുമ്പാണ് നമുക്ക് വളർച്ച ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ഈ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഈ കാലറീസ് ഒക്കെ അവിടെ ബേൺ ചെയ്യും, വളരാനായിട്ട് ഉപയോഗിക്കും 30 വരെയൊക്കെ അല്ലെ. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ വളരുന്നില്ല. പിന്നെ എന്താ ഉണ്ടാവുന്നത്? ഈ കാലറീസ് ഒക്കെ അവിടെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും കൊഴുപ്പ് രൂപത്തിൽ. അതാണ് അവിടെ ഇവിടെ തൂങ്ങുന്നത് അല്ലെ, അവിടെ ഇവിടെ ഇങ്ങനെ കൊളച്ചു വരുന്നത് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ട് യോഗ ഇൻസ്ട്രക്ടേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു ദിവസം 2 നേരം മാത്രം ഭക്ഷണം കഴിക്കുക. ഓക്കെ, അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. എന്തായാലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ 2 നേരം മാത്രം ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് കുറച്ചും കൂടെ നമ്മളിങ്ങനെ, മറ്റേത് 2 meals ഹെവി മീൽസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇടനേരത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ തോതിലുള്ള ജ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും. എനിവേ നമ്മുടെ സ്റ്റൊമക്ക് കുറച്ച് സമയം, ഒരു വീക്കോ 1-2 weeks ഒക്കെ പ്രോബ്ലം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് അതിനോട് അഡ്ജസ്റ്റ് ഉണ്ടാവും. ഏത് രീതിയിലുള്ള ഭക്ഷണക്രമമായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക. ഈറ്റ് ലെസ് ഇഫ് ഇനാക്റ്റീവ് ഓർ ഇൻ. ഇനി നമ്മൾക്ക് വയ്യാത്ത സമയമാണെങ്കിൽ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക. കാരണം നമ്മുടെ ബോഡി വീക്കാകുമ്പോഴാണ് നമുക്ക് വയ്യായ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ നമ്മുടെ വയറിന്, നമ്മുടെ ശരീരത്തിന് നല്ല പണി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ചിലപ്പോൾ നമുക്ക് ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഒന്നിനും വയ്ക്കില്ല. നമ്മളിങ്ങനെ കിടന്നു പോകുന്നതൊക്കെ അത് കൊണ്ടാണ്. അതായത് നമ്മുടെ ശരീരത്തിന് നല്ല എഫേർട്ടാണ്. ഓക്കെ, ഭക്ഷണം ദഹിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ വയ്യാത്ത സമയം കൂടെ ആണെങ്കിലോ, അപ്പൊ ആ സമയത്ത് നമ്മൾ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കാം. സ്റ്റേ കാം ആഫ്റ്റർ പ്രാക്ടീസ് അല്ലെ, പ്രാക്ടീസിന് ശേഷം കാമായിട്ട് അല്ലെ, ഒച്ചപ്പാടുണ്ടാക്കി ഓടി നടക്കുകയല്ല, വളരെ ശാന്തമായിട്ട് ഇരിക്കുക. ദെൻ ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ്. നമുക്ക് എന്തൊക്കെ ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരും? ബെറ്റർ സ്ലീപ്പ് പാറ്റേൺ അല്ലെ, നന്നായി ഉറങ്ങാൻ പറ്റും. സ്ട്രോങ്ങർ ബോഡി ആൻഡ് എൻഡ്യൂറൻസ് അല്ലെ, നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കര സ്ട്രോങ്ങർ ആവും, ഫ്ലെക്സിബിൾ ആവും. ബെറ്റർ ഹാർട്ട് ആൻഡ് ലങ് ഹെൽത്ത്. പ്രാണായാമൊക്കെ ചെയ്യുന്നതിലൂടെ ഹാർട്ടിനും ലങ്സിനും ഒക്കെ നല്ലൊരു എനർജി കിട്ടും അല്ലെ, അതിന്റെയൊക്കെ ഹെൽത്ത് ഇംപ്രൂവ്ഡ് ആവും. ലോവർ ബ്ലഡ് പ്രഷർ ആൻഡ് പൾസ്. അങ്ങനെ ബ്രീതിങ് നേരെ ചെയ്യാൻ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറും പൾസും ഒക്കെ നോർമൽ ആവും. ഹെൽത്തി ഡൈജഷൻ ആൻഡ് ഹോർമോൺസ്. ഹോർമോൺസ് ഒക്കെ ബാലൻസ്ഡ് ആവും, ഡൈജഷൻ നന്നായിട്ട് നടക്കും. അതന്നെയല്ലേ ഹെൽത്തി ബോഡിക്ക് വേണ്ടത്. ദെൻ ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ് കുറച്ചും കൂടെ ഉണ്ട്. ബെറ്റർ മെമ്മറി ആൻഡ് ഫോക്കസ് അല്ലെ, കൂടുതൽ, അതായത് നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഓർമ്മശക്തി ഉണ്ടാവും, ഫോക്കസ് അല്ലെ, നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും. ഇംപ്രൂവ്സ് ലേണിംഗ് എബിലിറ്റി. കോൺസെൻട്രേഷൻ കൂടിയ, മെമ്മറിയും കൂടി കഴിഞ്ഞാൽ ലേണിംഗ് എബിലിറ്റി കൂടും നാച്ചുറലി. റെഡ്യൂസസ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. നമ്മളിലുള്ള ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ കുറയ്ക്കും. അതാണ് ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ദേ ആർ വെരി കൂൾ പേഴ്സൺസ് അല്ലെ. അവര് ഒരിക്കലും കുലുങ്ങില്ല, കാരണം അവർക്ക് വലിയ ആൻസൈറ്റി ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ വല്ലാതെ ആൻസൈറ്റി കാണിക്കുന്ന ആളുകളാണ്. ഒരാൾ വരുന്നുണ്ട് വിചാരിക്കാൻ, വരട്ടെ, ഓക്കെ ലെറ്റ്സ് സീ, ഓക്കെ, അതിന് നേരെ മറിച്ച് നമ്മൾ അതിന് വരുന്നുണ്ടോ, കുറെ നേരം എത്തി നോക്കും അല്ലെ, കുറെ അവിടെ പോയി നോക്കും, ആകെ നമുക്ക് ടെൻഷൻ ആവും. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യോഗ ചെയ്താൽ നമുക്ക് മൈൻഡിനൊരു ബാലൻസ് വരും. ഓക്കെ, ഇംപ്രൂവ് സോഷ്യൽ ബിഹേവിയർ. സ്വാഭാവികമായിട്ടും നമ്മൾ ആരടുത്തും ചൂടാവാതിരിക്കുക, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സൊസൈറ്റൽ ഫ്രണ്ട്ഷിപ്പ് ആയാലും അതുപോലെ തന്നെയുള്ള ഇന്ററാക്ഷൻസ് വളരെ സ്മൂത്ത് ആവും. നമുക്ക് ഒരു നല്ല രീതിയിൽ സൊസൈറ്റിയുമായിട്ട് ഇടപെടാൻ പറ്റും. ഇംപ്രൂവ് സോഷ്യൽ ബിഹേവിയർ ഹെൽപ്സ് ആക്സെപ്റ്റ് വൺസെൽഫ് ബെറ്റർ. നമുക്ക് നമ്മളെ അംഗീകരിക്കാനും സ്വീകരിക്കാനും പറ്റും. ഓക്കെ, നമുക്ക് നമ്മൾ എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ then there will be no problem at all.
അല്ലെ, മറ്റുള്ളവർ നമ്മളെ കൺട്രോൾ ചെയ്യണ്ട, നമുക്ക് വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ പറ്റും. മറ്റുള്ളവർക്കും നമ്മൾ കാരണം വളരെയധികം പീസ്ഫുൾ ആയിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. സോ ദിസ് വിൽ ഗീവ് us ഹാപ്പിനെസ് ഓൾസോ. ദെൻ ഫിസിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ, ബെറ്റർ സ്ട്രെങ്ത് ആൻഡ് ബാലൻസ്. അതായത് നമ്മളിപ്പം ഈ ചില ആളുകൾക്ക് പരന്ന പാദം എന്നുള്ള ഒരു ആക്ച്വലി ഇറ്റ് ഈസ് എ ഡിഫോമിറ്റി, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തതാണ്. അതായത് നമ്മുടെ കാലിന്റെ ഫുട്ട് എന്ന് പറയുന്നതിന് കാൽപത്തി, പത്തി എന്ന് തന്നെ ഉദ്ദേശിക്കുന്നു, പാദം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടിഭാഗം ഒരു കേർവ് ഉണ്ട്, നിങ്ങൾ കാണാം. ഓക്കെ, വെള്ളത്തിൽ ചവിട്ടിയിട്ട് നമ്മളിങ്ങനെ എന്താണ് നിലത്ത് ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കേർവ്, കുറച്ച് ഭാഗം മിസ്സിംഗ് ആയിട്ട് കാണും. അല്ല നമ്മുടെ കാല് മൊത്തമായിട്ട് അവിടെ പതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരന്ന പാദം അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ അതൊരു ഡിഫോമിറ്റിയാണ്, അതുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അത് നമുക്ക് ബാലൻസ് ഒന്നും തരില്ല എന്നാ പറയുന്നത്, നമുക്ക് പെട്ടെന്ന് മറിഞ്ഞു വീഴും, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അതിന് കുറെ യോഗ പ്രാക്ടീസസ് അല്ലെങ്കിൽ യോഗാസനങ്ങളുണ്ട്, ഇതിലൂടെയൊക്കെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. ദെൻ ടോൺസ് മസിൽസ് ജെന്റ്ലി, മസിലിനൊക്കെ നല്ല സ്ട്രോങ് ആവും അല്ലെ. നമ്മള് ഇവിടെ പോയിട്ടുള്ള എന്താ പറയാ, ജിമ്മിൽ പോയൊരു എഫക്ട് തന്നെയാണ് യോഗ ചെയ്താലും ഉണ്ടാവുന്നത് ഓൾമോസ്റ്റ്. പ്രോട്ടീൻ പൗഡർ ഒന്നും കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ, ബാക്കിയുള്ള രീതിയിലുള്ള ഒരു കുടവയറ് അല്ലെങ്കിൽ നമ്മളെ എന്താ ഫാറ്റ് ബേൺ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നടക്കും എവിടെ, യോഗ പ്രാക്ടീസിലൂടെ. ലോ ഇഞ്ചുറി റിസ്ക്, നമ്മുടെ ശരീരം തന്നെ നല്ല ഫ്ലെക്സിബിൾ ആവുന്നതിലൂടെ ഒടിവ് ചതവ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയും. ഓക്കെ, ഒടിവൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ബോഡി ഭയങ്കര റിജിഡ് ആവുമ്പോഴാണ്, അതായത് ഫ്ലെക്സിബിൾ അല്ലാത്തപ്പോഴാണ്. അപ്പൊ അങ്ങനെ റിജിഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ കുറവായിരിക്കും. ബേൺസ് ബെല്ലി ഫാറ്റ്, ഇന്നത്തെ കാലത്തെ എല്ലാ ആളുകളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് വയറ് കുറയ്ക്കുക അല്ലെ. അപ്പൊ അതിന് ഏറ്റവും നല്ലതാണ് യോഗ പ്രാക്ടീസ്, ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട്. സ്ട്രെങ്തൻസ് ബാക്ക് ആൻഡ് ആബ്സ് അല്ലെ, അതായത് നമ്മുടെ ബാക്കും അതുപോലെ തൈസും അല്ലെ, ഇതെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് മാറും. ദെൻ തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ്. ഓക്കെ, ഇനി കുറച്ച് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ഹെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്തൊക്കെയാത്? ഇംപ്രൂവ്സ് ഡൈജഷൻ ആൻഡ് സ്ലീപ്പ്, ദഹനം നേരെയാക്കും. ഈ ദഹനം നേരെയാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി നമ്മുടെ അസുഖങ്ങൾ മാറും. സ്ലീപ്പ് റെഗുലറൈസ് ചെയ്യുന്നു. ഹെൽപ്സ് വിത്ത് ആർത്രൈറ്റിസ് ആൻഡ് ആസ്മ, ആർത്രൈറ്റിസ് അല്ലെ, വാദം അതുപോലെ തന്നെ ആസ്മ, ഈ കാര്യങ്ങൾക്കൊക്കെ ബ്രീതിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആസ്മയ്ക്ക്. ഓക്കെ, പ്രാണായാമ. ഗുഡ് ഫോർ ഒബീസിറ്റി ആൻഡ് ഡയബറ്റീസ്, ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും ഒബീസിറ്റി പറഞ്ഞ അമിതവണ്ണമുള്ള ആളുകൾക്കൊക്കെ യോഗ പ്രാക്ടീസിലൂടെ നല്ല ഫലം കിട്ടുന്നുണ്ട്. ക്യൂർസ് പൈൽസ് ആൻഡ് ബാക്ക് പെയിൻ, പൈൽസിനും അതുപോലെ ബാക്ക് പെയിനൊക്കെ നല്ല ഒരു മരുന്നാണ് യോഗ. കറക്റ്റ്സ് മെൻസ്ട്രൽ ആൻഡ് സ്പൈൻ ഇഷ്യൂസ് അല്ലെ, മെൻസ്ട്രൽ ഇഷ്യൂസിനും സ്പൈൻ അല്ലെ, നട്ടെല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം യോഗാസനങ്ങൾ, എല്ലാ യോഗാസനവും അല്ല, അതിന് പ്രത്യേകം യോഗാസനങ്ങളുണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് കുറച്ചൊക്കെ. അപ്പം ഓരോന്നിനും ഓരോ ബെനിഫിറ്റ്, ഓരോ ആസനത്തിനും ഓരോ ബെനിഫിറ്റ് ആണ് ഉള്ളത്. ദെൻ മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആസന. ഇനി ആസന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറെ യോഗാസനങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? മീനിങ് ഓഫ് ആസന മീൻസ് സീറ്റ് ഇൻ സാൻസ്ക്രിറ്റ് അല്ലെ. മീനിങ് ഓഫ് ആസന, ആസന പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ആണ്. സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുക അല്ലെ, അതാണ് സാൻസ്ക്രിറ്റില് ആസന പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് റിലേറ്റ്സ് ടു ഫിസിക്കൽ യോഗ പോസ്റ്റേഴ്സ്. ഓക്കെ, യോഗ പോസ്റ്റേഴ്സ് ആണ് ആസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട്, നോക്കുക, ശ്രദ്ധിക്കുക. യൂസ്ഡ് ടു പ്രിപ്പയർ ദ ബോഡി ഫോർ മെഡിറ്റേഷൻ. ഈ ആസനത്തിലൂടെ നമ്മൾ എന്തിനാണ് അതിന്റെ ഉപയോഗം? മെഡിറ്റേഷന് വേണ്ടി നമ്മുടെ ശരീരത്തെ പ്രിപ്പയർ ചെയ്യാൻ. ഹെൽപ്സ് ബോഡി ബിക്കം സ്റ്റഡി ആൻഡ് കംഫർട്ടബിൾ, ശരീരത്തെ സ്റ്റഡിയായി നേരെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ ആസനാസ് ആർ വെരി ഹെൽപ്ഫുൾ. ആസനാസ് ആർ ഓൺലി വൺ പാർട്ട് ഓഫ് യോഗ. യോഗ പറഞ്ഞ ആസനകൾ മാത്രമല്ല, അത് അതിന്റെ ഒരു ഭാഗമാണ്. ഇനി ഡെഫിനിഷൻ ഓഫ് ആസന. പതഞ്ജലി അല്ലെ, പതഞ്ജലി മഹർഷി നമ്മുടെ യോഗാചാര്യൻ പറഞ്ഞിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആസന പറഞ്ഞത് എന്താണ്? സ്ഥിരം സുഖം ആസന. ഓക്കെ, സ്ഥിരം സുഖം, നമ്മുടെ സ്ഥിരമായിട്ട് സുഖമായിട്ടിരിക്കാനുള്ളതാണ് ഓരോ പോസ്റ്റേഴ്സ്. ഇറ്റ് മീൻസ് സ്റ്റഡി ആൻഡ് കംഫർട്ടബിൾ പോസ്റ്റർ. ഓക്കെ,
നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. റഷ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു റഷ്, ഹറിബറി, അതുപോലെ സ്ട്രെയിൻ എടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഓരോ യോഗാസനങ്ങളും നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം, സ്ലോ ആയിട്ട് വേണം ചെയ്യാനായി. ആസനസ് പ്രിപ്പയർ ഫോർ ലോങ് മെഡിറ്റേഷൻ. കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാൻ, ധ്യാനത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കെ നമുക്ക് ഈ ആസനാസ് ഉപയോഗിക്കാം. ദേ ഡെവലപ്പ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമ്മളെ സ്ട്രോങ് ആക്കുന്നു, ഫ്ലെക്സിബിൾ ആക്കുന്നു. ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് പോസ്ചർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇങ്ങനെ ഒരു എക്സസൈസും ചെയ്യാതെ ഇങ്ങനെ കുഴി കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് അവർ ബോഡി, അവർ മസിൽസ്, അവർ ജോയിന്റ്സ്, അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ, അല്ലെ, എല്ലാറ്റിനെയും അത് ബാധിക്കും. നേരെ മറിച്ച് നമ്മുടെ ബോഡി മൂവ്മെന്റ് നന്നായിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് അവർ ബ്ലഡ് സർക്കുലർ, ഇറ്റ് വിൽ ഇൻക്രീസ് അവർ ബ്രീതിങ് കപ്പാസിറ്റി, അവർ പൾസ്, നോർമലൈസ് അവർ പൾസ്, എക്സെട്ര. സോ ഇതെല്ലാതും ആസനയുടെ ബെനിഫിറ്റ്സ് ആണ്. Then benefits of asana: strengthens muscles and joints. അല്ലെ, അതായത് മസിലും ജോയിന്റ്സും തമ്മിൽ ഒക്കെ ഉള്ള ഒരു അതിനെയൊക്കെ നമ്മൾ സ്ട്രോങ് ആക്കും. ഇംപ്രൂവ്സ് ബോഡി ഫ്ലെക്സിബിലിറ്റി, ബോഡിയെ ഫ്ലെക്സിബിൾ ആക്കി മാറ്റുന്നു. ഇൻക്രീസസ് ബ്ലഡ് ഫ്ലോ, അല്ലെ, ബ്ലഡ് ഫ്ലോ അതായത് രക്തചംക്രമണം എന്ന് പറയും മലയാളത്തിൽ. അതായത് രക്തത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് കൂട്ടുന്നു ശരീരത്തിലൂടെയുള്ള, അല്ലെ. പല ആളുകൾക്കും കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ കാലിലൊക്കെ നീര് വരിക, കാലിന്റെ അറ്റമൊക്കെ കറുത്തു പോവുക, മുറിവ് വരിക, ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതിനൊക്കെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് യോഗ പോസ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ അസുഖങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുന്നതല്ല, അല്ലെ. കാലിന്റെ വിരലൊക്കെ എപ്പോഴും ഇങ്ങനെ മടക്കുക, നിവർത്തുക, അങ്ങനത്തെ കൈ ഇങ്ങനെ എപ്പോഴും മടക്കുക, നിവർത്തുക, ഇതൊക്കെ ഒരു യോഗ പോസ്റ്ററാണ്. ഓക്കെ, ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ആൻഡ് വി വിൽ ബി റിഫ്രഷ്ഡ് ആൻഡ് ഫ്രഷ് ഓൾവേസ്. ദെൻ ടോൺസ് മസിൽസ് ആൻഡ് അലൈൻസ് ദ സ്പൈൻ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ സ്പൈൻ, അല്ലെ, സ്പൈനെ സ്ട്രോങ് ആക്കുന്നു. അതുപോലെ മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കുന്നു, അല്ലെ, ഫ്ലെക്സിബിൾ ആക്കുന്നു. ഗിവ്സ് മെന്റൽ പീസ് ആൻഡ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. അതുപോലെ തന്നെ മെന്റൽ പീസ്, നമ്മുടെ ശരീരം ഓക്കെ ആയാൽ മനസ്സും ഓക്കെ ആയി, അല്ലെ, മാനസികമായിട്ടുള്ള സമാധാനം നമുക്കുണ്ടാകും. അതോടുകൂടെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ്, അല്ലെ, ഒരുപാട് ആരോഗ്യകരമായിട്ടുള്ള സുഖങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാകും. ക്ലാസിഫിക്കേഷൻ ഓഫ് ആസനാസ് എത്ര തരത്തിലുണ്ട്? സിറ്റിംഗ് ആസന, സ്റ്റാൻഡിങ് ആസന, ലൈങ് ആസന. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ മൂന്ന്: സിറ്റിംഗ്, സ്റ്റാൻഡിങ് ആൻഡ് ലൈങ്. മറ്റേ ട്വിസ്റ്റിംഗ് ആൻഡ് ബാലൻസിങ് അത് അതിന്റെ എക്സ്ട്രാ, അതായത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആസനാസ് ആണ്. ദെൻ മേജർ ടൈപ്സ് ഓഫ് ആസനാസ് ഏതൊക്കെയാണ്? മെഡിറ്റേറ്റീവ് ആസനാസ്, റിലാക്സേഷൻ ആസനാസ്, തെറാപ്യൂട്ടിക് ആസനാസ്. ഈച്ച് ടൈപ്പ് ഹാസ് ഇറ്റ്സ് ഓൺ എക്സാമ്പിൾസ്. ഓരോന്നിനും ഓരോ എക്സാമ്പിൾ നമ്മുടെ കമ്മിങ് സ്ലൈഡ്സിൽ വരുന്നുണ്ട് കേട്ടോ. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളും ഉണ്ട്. ഇനി സിറ്റിംഗ് പോസ്റ്റർ ആണ് ആദ്യം വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ സിറ്റിംഗ്, അല്ലെ, ഇരുന്നിട്ടുള്ളതാണ്, ഇരുന്നിട്ടുള്ള എക്സസൈസുകൾ അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള ആസനാസ്. അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഹെൽപ്സ് ഇൻ മെഡിറ്റേഷൻ, അല്ലെ. ഈ സിറ്റിംഗ്, പത്മാസനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിറ്റേഷന് അവരിയ്ക്കുന്ന ആ പോസ്റ്ററിന് അതാണ്. ഇറ്റ് ഇംപ്രൂവ്സ് ഡൈജഷൻ. ഇങ്ങനെ നിവർന്നിരിക്കുന്നതിലൂടെ നമ്മുടെ ഡൈജഷൻ ഒക്കെ ഇംപ്രൂവ്ഡ് ആവും. റെഡ്യൂസസ് സ്ട്രെസ്, നമ്മൾ സ്ട്രെസ് ഇല്ലാതെയാക്കുന്നു. സ്ട്രെങ്തൻസ് ബാക്ക് ആൻഡ് ലെഗ്സ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്ക്, അല്ലെ, ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ്. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ഓർ ഇറ്റ് വിൽ സ്ട്രെങ്തൻ അവർ ബാക്ക് ആൻഡ് അവർ ലെഗ്സ് ഓൾസോ. ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അതിലൂടെ നമ്മുടെ കാലിന്റെ ശക്തിയും കൂടുന്നു. ഇപ്പൊ സിറ്റിംഗ് ആസനക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. പത്മാസന, വജ്രാസന, പശ്ചിമോത്താസന ഒക്കെ പറയുന്നുണ്ട് കേട്ടോ കമ്മിങ് സ്ലൈഡ്സിൽ. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞു പത്മാസന. പത്മാസനേനെ വേറൊരു പേരും പറയുന്നുണ്ട്, ലോട്ടസ് പോസ്. ലോട്ടസ് മീൻസ് പത്മം, പത്മം മീൻസ് ലോട്ടസ്, താമര. താമര പോലെ ഇരിക്കുക. കണ്ടോ, ഞാൻ അവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്, ഇതാ പിക്ചറാണ്. സോ ഇതെങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ രീതിയിലാണ് നമ്മൾ കാലും കൈയും ഒക്കെ സ്ട്രെയിറ്റ് ആക്കി, കാല് ട്വിസ്റ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. കണ്ടോ, സിറ്റ് അപ്പ് വിത്ത് യുവർ സ്പൈൻ സ്ട്രെയിറ്റ്. പ്രാക്ടീസ് ഡീപ്പ് ബ്രീതിങ്. Okay, relax your shoulders at that time.
അല്ലെ? കൈ ഇങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റിലാക്സ്. ഓക്കെ. Then sit cross-legged on the floor. കണ്ടോ? Then place your hands on your knees. അതിലൊരു മുദ്രയും കൂടെ ഉണ്ട്. 2 വിരൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പത്മാസൻ. അതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റ് വിത്ത് ലെഗ്സ് ക്രോസ്ഡ്. കണ്ടോ? പ്ലേസ് ഫീറ്റ് ഓൺ ഓപ്പോസിറ്റ് തൈസ്. ഓക്കെ. ഇതില് ഈ തൈസ് അല്ലെ, ഈ കാലിന്റെ ഫീറ്റ് എവിടെ വരേണ്ടത്? ഇതിന്റെ തൈസൺ, ഈ കാലിന്റെ തൈ അല്ലെ, തുടയിലാണ്. ഈ കാലിന്റെ ഫുട്ട് അല്ലെങ്കിൽ പാദങ്ങൾ വരുന്നത് ഈ കാലിന്റെ തുടയിലും. ഹാൻഡ്സ് ഓൺ നീസ് ഇൻ മുദ്ര. അതായത് മുദ്ര വേണം. അതായത് ഇങ്ങനെ കൈ ഇങ്ങനെ ഈ 2 വിരൽ കൂട്ടിപ്പിടിച്ച്. ഓക്കെ. ഫോക്കസ് ഓൺ ബ്രീതിങ്. ആ സമയത്താണ് നമ്മൾ പ്രാണായാമ ചെയ്യുന്നത്. ഇങ്ങനെ ഇരുന്നിട്ടാണ്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് പത്മാസനം. എന്തൊക്കെയാ അതിന്റെ ബെനിഫിറ്റ്? ഇംപ്രൂവ്സ് ഡൈജഷൻ അല്ലെ, ഡൈജഷൻ കൂട്ടുന്നു. ദെൻ റെഡ്യൂസസ് മസ്കുലാർ ടെൻഷൻ. നമ്മുടെ മസ്കുലാർ ടെൻഷൻ അല്ലെ, മസിൽസിന്റെ ആ ഒരു ടെൻഷൻ, റിജിഡ്നെസ്, ഇതെല്ലാം കുറയ്ക്കുന്നു. റിലാക്സസ് ദ മൈൻഡ് അല്ലെ, മൈൻഡിനെ നമ്മൾക്ക് എന്താണ് റിലാക്സ്ഡ് ആക്കി മാറ്റാൻ പറ്റുന്നു. ദെൻ ഹെൽപ്സ് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. ഓക്കെ. പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ സജസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആസനമാണ്. ഈസസ് മെൻസ്ട്രൽ ഡിസ്കംഫർട്ട്. മെൻസ്ട്രൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ക്രാംസ് നമ്മൾ പറയാറുണ്ട് അല്ലെ, വേദനകൾ, അതിനൊക്കെ നല്ലൊരു ആസനയാണ് പത്മാസന. അങ്ങനെ ഇരിക്കുമ്പോ തന്നെ നമ്മുടെ എന്താണ് ആ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു ട്രാക്ട് വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ നോ മോർ പ്രോബ്ലംസ് വിൽ ബി ദയർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് പത്മാസനത്തിനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് വജ്രാസന. ദാറ്റ് ഈസ് തണ്ടർ ബോൾട്ട് പോസ് എന്നാണ് വജ്രാസനത്തെ പറയുന്നത്. കണ്ടോ? നീൽ ഓൺ ദ ഫ്ലോർ. മുട്ട് മടക്കിയാണ് ഇരിക്കുന്നത്. കണ്ടോ? മുട്ട് ഇങ്ങനെ നമ്മൾ തറയിൽ തട്ടിച്ചു വേണം ഇരിക്കാനായിട്ട്. ദെൻ സിറ്റ് ബാക്ക് ഓൺ ഹീൽസ് അല്ലെ, നമ്മുടെ ആസന അല്ലെങ്കിൽ നമ്മുടെ ബാക്കിന്റെ മുകളിൽ നമ്മുടെ ഹീൽ ഉണ്ടായിരിക്കണം. ഹീൽ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഹീൽ ഇവിടെ ഇങ്ങനെ പരന്ന് അതിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ദെൻ ഹാൻഡ്സ് ഓൺ തൈസ്. നമ്മുടെ തൈസിന്റെ മുകളിൽ, തുടയുടെ മുകളിൽ കൈ വെക്കണം. ദെൻ കീപ് സ്പൈൻ സ്ട്രെയിറ്റ്. ഓക്കെ. സ്പൈൻ അല്ലെ, നമ്മുടെ നട്ടെല്ല് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കണം. ദെൻ റിലാക്സ് ആൻഡ് ബ്രീത്ത് തെറാപ്പി. ആ സമയത്ത് നമ്മൾ ബ്രീത്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് വജ്രാസന. ബെനിഫിറ്റ്സ് ഓഫ് വജ്രാസന എന്തൊക്കെയാണത്? എയ്ഡ്സ് ഡൈജഷൻ. ഡൈജഷൻ ശരിയാക്കുന്നു അല്ലെങ്കിൽ അതിനെ എന്താക്കുന്നു? ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു. പ്രിവെന്റ്സ് കോൺസ്റ്റിപ്പേഷൻ അല്ലെ. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മലബന്ധം, അതിനെ ഇല്ലാതാക്കുന്നു. സ്ട്രെങ്തൻസ് പെൽവിക് മസിൽസ് അല്ലെ, പെൽവിസ് അതായത് നമ്മുടെ വജൈനുള്ള മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കുന്നു. ദെൻ ആക്ടിവേറ്റ് നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആക്കുന്നു അല്ലെ. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലുള്ള സിസ്റ്റം. ഗുഡ് ഫോർ പ്രെയർ ആൻഡ് പ്രാണായാമ. പ്രാണായാമ ചെയ്യാൻ വളരെയധികം നല്ലൊരു പോസ്റ്ററാണത്. അതുപോലെ പ്രെയർ അല്ലെ, നിസ്കരിക്കൊക്കെ ചെയ്യുമ്പോൾ ഈ പോസ്റ്റർ ഉണ്ട് തോന്നുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പശ്ചിമോത്താസന. അതായത് സീറ്റഡ് ഫോർവേഡ് ആൻഡ് ബെൻഡ്. കേട്ടോ? ഇങ്ങനെ വളർന്നിരിക്കുക. സിറ്റ് വിത്ത് ലെഗ്സ് സ്ട്രെച്ച്ഡ്. കാലിങ്ങനെ നീട്ടി വേണം ഇരിക്കാനായിട്ട്. റൈസ് ആംസ് ആൻഡ് ഇൻഹെയിൽ. ഓക്കെ. കൈ പൊക്കിയിട്ട് വേണം ഇൻഹെയിൽ. ബെൻഡ് ഫോർവേഡ് ആൻഡ് ക്യാച്ച് ടോസ്. കണ്ടോ? ഇവിടെ ചെറിയ വിരല് നമ്മൾ പിടിക്കണം. റെസ്റ്റ് ഫേസ് ഓൺ നീസ്. ഓക്കെ. നമ്മുടെ കാൽമുട്ടുകളിൽ റെസ്റ്റ് ചെയ്യുക. ബ്രീത്ത് ഡീപ്ലി ആൻഡ് റിലാക്സ്. വളരെ ഡീപ്പായിട്ട് റിലാക്സ്ഡ് ആയിട്ട്. ദാറ്റ് ഈസ് പശ്ചിമോത്താസന. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ടോൺസ് അബ്ഡോമിനൽ മസിൽസ്. ഓക്കെ. നമ്മുടെ വയറിന്റെ മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കി മാറ്റുന്നു. അത് ഫാറ്റ് ഫ്രീ ആക്കും. റിഡ്യൂസസ് ഫാറ്റ്. റിമൂവ്സ് ബെല്ലി ഫാറ്റ്.
ഇംപ്രൂവ്സ് ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കൂ, പറ്റില്ല, പതുക്കെ പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് യുവർ സ്പൈൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ അക്കോർഡിംഗ്ലി. സ്റ്റിമുലേറ്റ്സ് ഡൈജസ്റ്റീവ് ഓർഗൻസ്. നമുക്ക് ഡൈജസ്റ്റീവ് ഓർഗൻസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കാൻ പറ്റും. ട്രീറ്റ്സ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയബറ്റീസ്. ഡയബറ്റീസിനും കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഉള്ള ഒരു ഒറ്റമൂലിയാണ് ഈ പശ്ചിമോത്താസനം. ദെൻ സ്റ്റാൻഡിങ് പോസ്റ്റേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇതിനാണ് സ്റ്റാൻഡിങ് പോസ്റ്റേഴ്സ് എങ്ങനെയൊക്കെയാണ്? ബിൽഡ്സ് ബാലൻസ് ആൻഡ് സ്ട്രെങ്ത്. നമ്മളെ ബാലൻസ്ഡ് ആക്കുന്നു, സ്ട്രോങ് ആക്കുന്നു. ഇംപ്രൂവ്സ് പോസ്റ്റേഴ്സ്, അല്ലെ? അതായത് നമ്മൾ നിൽക്കുന്ന രീതി അതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നിൽക്കുന്നത് വളഞ്ഞൊടിഞ്ഞിട്ടാണോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ സ്റ്റാൻഡിങ് പോസ്റ്റേഴ്സിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. സ്ട്രെച്ചസ് മസിൽ സ്ട്രെച്ചസ് ഒക്കെ സംഭവിക്കുന്നു. സോ ഇറ്റ് വിൽ മേക്ക് ദം സ്ട്രോങ്. ഹെൽപ്സ് ഇൻ ബോഡി അവയർനെസ്. നമ്മൾ നമ്മുടെ ശരീരത്തെ പറ്റി ബോധവാന്മാരാകുന്നു. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? തദാസന, പാദഹസ്താസന, പിന്നെ അർദ്ധചക്രാസനം. ഇതൊക്കെയാണ് സ്റ്റാൻഡിങ് പോസ്റ്റേഴ്സിനുള്ള എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ തദാസന, ദാറ്റ് ഇസ് പാം ട്രീ പോസ്, പന പോലെ. ഓക്കെ, കണ്ടോ? അതാണ് പാദഹസ്താസന. സ്റ്റാൻഡ് സ്ട്രേറ്റ്, റേസ് ആംസ് ആൻഡ് ഇന്റർലോക്ക് ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ. ദെൻ സ്ട്രെച്ച് അപ്വാർഡ്. ഓക്കെ, അപ്വാർഡ് സ്ട്രെച്ച് നടത്തുക. ദെൻ ബാലൻസ് വെയിറ്റ് ഈവൻലി. ഓക്കെ, അതായത് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ടൊക്കെ വീഴാൻ പോകും. സോ കീപ് യുവർ ബാലൻസ്. റിലാക്സ് ഫേസ് ആൻഡ് ബ്രീത്ത്, അല്ലെ? മുഖവും അതുപോലെ ശ്വാസമൊക്കെ റിലാക്സ്ഡ് ആയിട്ട് മാറ്റുക. ദാറ്റ് ഈസ് തദാസനം. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്സ് പോസ്ചർ, അല്ലെ? നമ്മുടെ നിൽപ്പിന്റെ രീതി, അല്ലെ? നമ്മൾ എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ നന്നായി നിൽക്കണം. അതായത് നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞു വെച്ചാലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് ടീച്ചേഴ്സ് യു ഷുഡ് ഹാവ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്ലാസ് ഫോർ അവേഴ്സ്. നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തദാസന ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ടീച്ചേഴ്സ്. സ്ട്രെങ്തൻസ് ലെഗ്സ് ആൻഡ് തൈസ്, അല്ലെ? കാലിന് നല്ല ബലം ഉണ്ടാവണം നമുക്ക്, എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റൂ, നടക്കാൻ പറ്റൂ, ഓടാൻ പറ്റൂ. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് എവറിത്തിങ്. എൻഹാൻസസ് കോൺസെൻട്രേഷൻ, റെഡ്യൂസസ് ഫ്ലാറ്റ് ഫീറ്റ്. നമ്മൾ നേരത്തെ ഒരു ഫ്ലാറ്റ് ഫീറ്റിന്റെ കാര്യം പറഞ്ഞു, അതൊക്കെ ഇല്ലാതാക്കുന്നത്. റിലീസസ് ഫേസ് ടെൻഷൻ. ഫേസ് റിലാക്സ്ഡ് ആവുന്നതിലൂടെ ചില ആളുകളുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു ടെൻഷൻ മേ ബി അവരുടെ മസിൽസ് ഒക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുന്നോണ്ടായിരിക്കാം. അത് റിലാക്സ് ആവുന്നതിലൂടെ നമ്മൾ എന്താണ്, ഫ്രീ ആയിട്ട്, അല്ലെ? നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം വരും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പാദഹസ്താസന. ഇത് പലരും ചെയ്യുന്നുണ്ടായിരിക്കാം ഇൻ ഡിഫറെന്റ് വേസ്. ആക്ച്വലി മുട്ട് വളയാതെ നമ്മൾ കാൽപ്പത്തി പിടിക്കുക. ഇത് നോക്കൂ, ആ ലേഡി എങ്ങനെയാണ് പിടിച്ചിട്ടുള്ളത്? കാലിന്റെ അടിയിൽ കൈപ്പത്തി വെച്ചിട്ടുണ്ട്. സോ ഇത്രയും ബെൻഡ് ചെയ്യണം. പാദഹസ്താസന. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. അതിന്റെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് നിവർന്ന് നിൽക്കുക. ബെൻഡ് ഫോർവേഡ് ജെന്റ്ലി. ടച്ച് ടോസ് ഓൺ ഫ്ലോർ, അല്ലെ? നമ്മുടെ ടോസ് പിടിക്കുക. ഓക്കെ, ഫ്ലോർ പറഞ്ഞു വെച്ചാൽ നിലത്ത് കൈവച്ചിട്ട്. കീപ് നീസ് സ്ട്രെയിറ്റ്. മുട്ട് വളയരുത് ആ സമയത്ത്. റിലാക്സ് ബാക്ക് ആൻഡ് നെക്ക്. വളരെ കഷ്ടപ്പെട്ട് ചെയ്യരുത്. നമ്മുടെ ബാക്കും നെക്കും ഒക്കെ ആ സമയത്ത് റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. ഓക്കെ, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ വിദഗ്ധ അഭിപ്രായം നേടിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ചില പോസ്റ്റേഴ്സ് ഈ ഇപ്പൊ ബാക്ക് പെയിൻ ഉള്ളവർക്ക് ചെയ്യാം, പക്ഷെ ബാക്കിന് ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പൊ അത് ചെയ്യാവുന്നത് നല്ല അഡ്വൈസോട് കൂടെ വേണം. അതുപോലെ തന്നെ ചില സ്ട്രെച്ചിങ്, ബെല്ലി സ്ട്രെച്ചസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ സിസേറിയനൊക്കെ കഴിഞ്ഞ ആളുകൾക്കൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ദിസ് ഇസ് പാദഹസ്താസന, ദാറ്റ് ഇസ് ഹാൻഡ് ടു ഫുട്ട് പോസ്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് പാദഹസ്താസന. മസാജസ് ഡൈജസ്റ്റീവ് ഓർഗൻസ്. ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അറിയാം ഡൈജസ്റ്റീവ് ഓർഗൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മസാജ്ഡ് ആവുന്നുണ്ട്, അല്ലെ? ദെൻ റിലീവ്സ് കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെയാക്കുന്നു. ഇൻക്രീസസ് സ്പൈൻ ഫ്ലെക്സിബിലിറ്റി. ആ നൃത്തത്തിലെ നമുക്കറിയാൻ പറ്റും സ്പൈനിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നു, അല്ലെ? എന്നാലോചിച്ചത് ഇത് മലർന്നിട്ടാണോ കമഴ്ന്നിട്ടാണോ എന്നുള്ള കൺഫ്യൂഷൻ വരുന്നു. കാരണം അത്രയും എന്ത് ചെയ്യാണ്, ബെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ
ആ ഒരു സ്പൈൻ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നു. ബൂസ്റ്റ് എനർജി, ഇംപ്രൂവ്സ് മെറ്റാബോളിസം. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിപ്പിച്ച് അതിനെ എനർജി ആക്കി മാറ്റാനുള്ള കഴിവിനെയാണ് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയുന്നത്. അത് ഇൻക്രീസ്ഡ് ആകും. ദെൻ അർദ്ധചക്രാസന നെക്സ്റ്റ് പോസ്ചർ ആണ്. ഹാഫ് വീൽ പോസ് എന്നാണ് ഇതിനെ പറയുന്നത്. സ്റ്റാർട്ടിങ് താദാസന, അതായത് കൈ നിവർന്ന് കൈ പൊക്കുക. ദെൻ സപ്പോർട്ട് ബാക്ക് വിത്ത് പാസ്, അല്ലെ? കണ്ടോ, ഇങ്ങനെ ബാക്കിലേക്ക് പെട്ടെന്ന് പറ്റില്ല, വളരെ പതുക്കെ വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ പതുക്കെ സ്ട്രെച്ച് ചെയ്യാം ബാക്കിന്. ദെൻ ബാക്ക്വേർഡ് സ്ലോലി. നെക്ക് ബെൻഡ് ബാക്ക്വേർഡ്, നെക്ക് അല്ലെ, കഴുത്ത് നമ്മൾ ബാക്കിലേക്ക് മാറ്റുക. റിട്ടേൺ ടു സ്റ്റാൻഡിങ്, ഇതിനെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടന്നെ കൊണ്ടുവരും. ഈ യോഗയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുന്നത് ഇത് ഇങ്ങനെ നിൽക്കുന്നതിലൂടെയല്ല, ഇത് നമ്മുടെ സാധാരണ പോസ്ചറിലേക്ക് മാറുന്നതിലൂടെയാണ്. ഇത്രയും സ്റ്റെപ്പുകൾ ഉണ്ട്. ഇത് ഈ സ്റ്റെപ്പുകളിലൂടെ തന്നെ ഈ സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, ദാറ്റ് ഈസ് യോഗ. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ടോൺസ് ബാക്ക് ആൻഡ് കാഫ് മസിൽസ്, ഇംപ്രൂവ്സ് ബ്ലഡ് ഫ്ലോ, മെയിൻറ്റെയിൻസ്, അല്ലെ, അതായത് ബാക്ക് ആൻഡ് കാഫ്, അല്ലെ, കാഫ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ലിംസ്, അതായത് കാലിന്റെ മസിൽസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആക്കുന്നു. ബ്ലഡ് ഫ്ലോ, അല്ലെ, പറഞ്ഞു കഴിഞ്ഞാൽ രക്തചംക്രമണം ഈസി ആക്കുന്നു. മെയിൻറ്റെയിൻസ് സ്പൈൻ ഫ്ലെക്സിബിലിറ്റി, സ്പൈനിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നു. റിലാക്സസ് റെസ്പിറേറ്ററി ഓർഗൻസ്, ശ്വസനാവയവങ്ങളെ റിലാക്സ്ഡ് ആക്കുന്നു. ഇതും നമ്മൾ ശ്വാസം മുട്ടിയിട്ടൊന്നും ചെയ്യരുത്, റിലാക്സ്ഡ് ആയിട്ട് ചെയ്യണം, സ്ലോ ആയിട്ട് ചെയ്യണം. അതേ പറ്റും, പതുക്കെ പതുക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഹെൽപ്സ് വിത്ത് ആസ്മ ആൻഡ് ബാക്ക് പെയിൻ പേഷ്യൻസ്, അല്ലെ, അവർക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. അർദ്ധചക്രാസനം. ഇതിൽ കുറച്ചും കൂടെ പോസ്റ്റേഴ്സും അതുപോലെ തന്നെ ആസനാസും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ലൈൻ ആസനാസ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് യോഗ പറഞ്ഞു, അതുപോലെ തന്നെ 8 ലിംസ് ഓഫ് യോഗ, അതുപോലെ സം ആസനാസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് ആസന എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലൈവ് ആസനാസിനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോ ഇറ്റ് ഇസ് ടൈം ടു വൈൻഡ് അപ്പ് ദ ക്ലാസ്. സോ thank you once again. Okay, dear, thank you.